എല്ലാവർക്കും കോസ്റ്റ് അക്കൗണ്ടിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്ന മൊഡ്യൂള് ലേബർ. എലമെന്റ്സ് ഓഫ് കോസ്റ്റിൽ രണ്ടാമതാണ് ലേബർ. എലമെന്റ്സ് ഓഫ് കോസ്റ്റ് മൂന്നെണ്ണം ആയിരുന്നു. ഏതൊക്കെയാണ്? മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസ്. അതിൽ രണ്ടാമത്തെ ലേബറാണ് നമ്മൾ പഠിക്കുന്നത്. എന്താണ് ലേബർ? ഒരു എൻ്റർപ്രൈസിലെ ഹ്യൂമൻ റിസോഴ്സസിനെയാണ് നമ്മൾ ലേബർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഫാക്ടറിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ റോ മെറ്റീരിയൽസിനെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അവിടെ ഹ്യൂമൻ എഫേർട്ട് അത്യാവശ്യമാണ്, അല്ലേ? അതിനെയാണ് നമ്മൾ ലേബർ എന്ന് പറയുന്നത്. കമ്പനി എടുത്തു, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ അവിടുത്തെ 40 to 50% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേബർ കോസ്റ്റ് ആയിരിക്കും. അപ്പോൾ ലേബർ കോസ്റ്റ് എന്താണ്? പ്രൈസ് പെയ്ഡ് ഫോർ യൂസിങ് ഹ്യൂമൻ റിസോഴ്സസ് ഇൻ ആൻ എൻ്റർപ്രൈസ്. അതായത് ഒരു ഓർഗനൈസേഷനിൽ ഉപയോഗിക്കുന്ന മാൻ പവറിന് ചിലവാകുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ലേബർ. രണ്ട് വിധത്തിലുള്ള ലേബേഴ്സാണ് ഉള്ളത്. ഒന്ന് ഡയറക്റ്റ് ലേബർ, രണ്ട് ഇൻഡയറക്റ്റ് ലേബർ. ഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞാൽ വർക്കേഴ്സ് റോ മെറ്റീരിയൽസിനെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഡയറക്റ്റ്ലി ഇൻവോൾവ് ചെയ്യുന്നു. പ്രൊഡക്ഷനിൽ അവർ ഡയറക്റ്റ് പാർട്ടിസിപ്പേഷനാണ് അവരുടെ വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മെഷീൻ ഓപ്പറേറ്റേഴ്സ്, മെഷീൻ അസംബ്ലേഴ്സ് ഒക്കെ ഡയറക്റ്റ് ലേബേഴ്സാണ്. അവർ റോ മെറ്റീരിയൽസിനെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റിലേക്ക് മാറ്റുന്നതിൽ അവർ ഡയറക്റ്റ്ലി ഇൻവോൾവ് ചെയ്യുന്നു. ഇനി രണ്ടാമത് ഇൻഡയറക്റ്റ് ലേബർ. ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവർ റോ മെറ്റീരിയൽസിനെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റിലേക്ക് മാറ്റുന്നതിന് ഡയറക്റ്റ്ലി ഇൻവോൾവ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അക്കൗണ്ടൻസ്, ക്ലീനേഴ്സ്, വാച്ച്മാൻ, ക്ലർക്ക്, മാനേജേഴ്സ്, ഇവരൊന്നും പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഡയറക്റ്റ്ലി ഇൻവോൾവ് ചെയ്യുന്നില്ല. ഡയറക്റ്റ് എക്സ്പെൻസസ് ഒക്കെ പ്രൈം കോസ്റ്റിലാണ് വരുന്നതെന്നും ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഒക്കെ ഓവർഹെഡിലാണ് വരുന്നതെന്നും നിങ്ങൾ ഫസ്റ്റ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തപ്പോൾ പഠിച്ച കാര്യങ്ങളാണ്. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് മെത്തേഡ്സ് ഓഫ് റെമ്യൂണറേഷൻ. പറഞ്ഞാൽ എന്താണ്? ഒരു വർക്കർ നൽകുന്ന സർവീസിന് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ജോലിക്ക് കിട്ടുന്ന വേജസ് അല്ലെങ്കിൽ സാലറിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? റെമ്യൂണറേഷൻ എന്ന് പറയുന്നു. ഈ റെമ്യൂണറേഷൻ രണ്ട് വിധത്തിലാണ് പേ ചെയ്യുന്നത്, അല്ലെങ്കിൽ സിസ്റ്റം ഓഫ് വേജ് പേയ്മെൻറ്റ്. അതിൽ ഒന്നാമത്തേത് ടൈം റേറ്റ് സിസ്റ്റം, രണ്ടാമത്തേത് പീസ് റേറ്റ് സിസ്റ്റം. ടൈം റേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേജസ് ആർ പെയ്ഡ് ടു വർക്കേഴ്സ് ഓൺ ദ ബേസിസ് ഓഫ് ടൈം ദേ വർക്ക്. ഒരു വർക്കർ ഒരു ഓർഗനൈസേഷനിൽ എത്ര സമയം വർക്ക് ചെയ്യുന്നു അതിനനുസരിച്ചാണ് അവർക്ക് ഉള്ള പേയ്മെൻറ്റ് കൊടുക്കുന്നത്. ഈ ടൈം റേറ്റ് സിസ്റ്റത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഫാക്ടർ എന്ന് പറഞ്ഞാൽ ടൈമാണ്. ടൈം റേറ്റ് സിസ്റ്റം പ്രകാരം ഏർണിങ്സ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഹവേഴ്സ് വർക്ക്ഡ് ഇൻ ടു റേറ്റ് പെർ അവർ. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വർക്കർ എത്ര മണിക്കൂർ വർക്ക് ചെയ്തു അത് ഇൻറ്റു റേറ്റ് പെർ അവർ. ഇപ്പോൾ ഒരു വർക്കർ 10 മണിക്കൂറാണ് വർക്ക് ചെയ്തേക്കുന്നത്, റേറ്റ് പെർ അവർ 2 ഓർക്കുക. അപ്പോൾ അവിടുത്തെ ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 10 × 2 20 റുപ്പീസ് ആയിരിക്കും ആ വർക്കർക്ക് കിട്ടുന്ന ഏർണിങ്സ്. ഈ ടൈം റേറ്റ് സിസ്റ്റം പ്രകാരം വേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആ വർക്കർ ഒരു പർട്ടിക്കുലർ ജോലിയിൽ എത്രത്തോളം സമയം സ്പെൻഡ് ചെയ്യുന്നു അതനുസരിച്ചായിരിക്കും അയാൾക്ക് ഉള്ള പേയ്മെൻറ്റ് കൊടുക്കുന്നത്. ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർ അവറിന് അവർ എത്ര റേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ചായിരിക്കും വേജസ് വർക്കർക്ക് കൊടുക്കുന്നത്. ഇനി അടുത്ത രണ്ടാമത്തത് പീസ് റേറ്റ് സിസ്റ്റം. പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ടൈം റേറ്റ് സിസ്റ്റത്തിനേക്കാൾ വ്യത്യാസമാണ്. പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേജസ് ആർ പെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ദി നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി വർക്കർ. ഒരു വർക്കർ എത്ര യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിൻ്റെ ബേസിസിലായിരിക്കും എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? അയാൾ വേജസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ പീസ് റേറ്റ് സിസ്റ്റത്തിൽ കൺസിഡർ ചെയ്യുന്ന ഫാക്ടർ എന്ന് പറഞ്ഞാൽ റേറ്റ് ആണ്, അല്ലെങ്കിൽ പീസ് റേറ്റ് നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തതിൻ്റെ റേറ്റിൻ്റെ ബേസിസിലാണ് ഇവർക്ക് പേയ്മെൻറ്റ് നടത്തുന്നത്. പീസ് റേറ്റ് സിസ്റ്റം പ്രകാരം ഏർണിങ്സ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻറ്റു റേറ്റ് പെർ യൂണിറ്റ്. ഇപ്പോൾ ഒരു വർക്കർ 100 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു, അതിൻ്റെ പീസ് റേറ്റ് ₹2 ആണെങ്കിൽ 100 × 2 200 റുപ്പീസാണ് അയാൾക്ക് കിട്ടുന്ന വേജസ് അല്ലെങ്കിൽ ഏർണിങ്സ്. ഒരു വർക്കർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള യൂണിറ്റിൻ്റെ ബേസിസിലാണ് ഇവിടെ വേജ് പേ ചെയ്യുന്നത്.
അടുത്ത ടോപ്പിക് ടൈപ്സ് ഓഫ് പീസ് റേറ്റ് സിസ്റ്റം. അതിൽ ഒന്നാമത്തെ സ്ട്രെയിറ്റ് പീസ് റേറ്റ്, 2 പീസ് റേറ്റ് വിത്ത് ഗ്യാരൻറ്റീഡ് വീക്ക്ലി വേജ്, 3 ഡിഫറൻഷ്യൽ പീസ് റേറ്റ്, 4 ഗ്രൂപ്പ് പീസ് റേറ്റ്. അതിൽ ഒന്നാമത്തെ സ്ട്രെയിറ്റ് പീസ് റേറ്റ്. സ്ട്രെയിറ്റ് പീസ് റേറ്റ് പ്രകാരം ഓരോ യൂണിറ്റിനുള്ള റേറ്റ് ഓർഗനൈസേഷൻ ഫിക്സ് ചെയ്യും. ആ ഫിക്സ് ചെയ്ത റേറ്റ് ഫിക്സഡ് ആയിരിക്കും. അതിനാണ് സ്ട്രെയിറ്റ് പീസ് റേറ്റ് എന്ന് പറയുന്നത്. ഈ സ്ട്രെയിറ്റ് പീസ് റേറ്റ് പ്രകാരം ഏർണിങ്സ് കാണാനുള്ള ഫോർമുല നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻറ്റു റേറ്റ് പെർ യൂണിറ്റ്. ഈ റേറ്റ് പെർ യൂണിറ്റ് സ്ട്രെയിറ്റ് പീസ് റേറ്റ് ആയിരിക്കും. അത് ഫിക്സഡ് ആയിരിക്കും. ഇപ്പോൾ ഒരു വ്യക്തി 10 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തെങ്കിൽ അവിടുത്തെ ആ ഓർഗനൈസേഷൻ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന റേറ്റ് പെർ യൂണിറ്റ് 2 ആണെന്ന് നമ്മൾ ഓർക്കുക. ഓക്കെ, ഏർണിങ്സ് കാണാനുള്ള ഇക്വേഷനിലേക്ക് അത് അപ്ലൈ ചെയ്യുമ്പോൾ 10 × 2 20 റുപ്പീസ്. ഇപ്പോൾ ഒരാൾ 5 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, 5 × 2 10 റുപ്പീസ്. ഓക്കെ, ഇനി അടുത്തത് പീസ് റേറ്റ് വിത്ത് ഗ്യാരൻറ്റി വീക്ക്ലി വേജ്. ഇവിടെ ഓർഗനൈസേഷൻ ഒരു ഗ്യാരൻറ്റി പ്രൊവൈഡ് ചെയ്യും. ഗ്യാരൻറ്റീഡ് എമൗണ്ട് ഇപ്പോൾ ടൈം വേജ് ആയിരിക്കും. ഇപ്പോൾ പീസ് വേജ് ടൈം വേജിനേക്കാൾ കുറവാണെങ്കിൽ ടൈം വേജ് ആയിരിക്കും ഗ്യാരൻറ്റി ആയിട്ട് ആ വർക്കർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി അടുത്ത് ഡിഫറൻഷ്യൽ പീസ് റേറ്റ്. ഡിഫറൻഷ്യൽ പീസ് റേറ്റ് എന്ന് പറഞ്ഞാൽ 2 വിധത്തിലുള്ള പീസ് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഹൈ പീസ് റേറ്റും ലോ പീസ് റേറ്റും. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിനേക്കാൾ കൂടുതലാണ് ഒരാൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് ഹൈ പീസ് റേറ്റും, ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിനേക്കാൾ കുറവാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ലോ പീസ് റേറ്റും പ്രൊവൈഡ് ചെയ്യുന്നു. അതായത് എഫിഷ്യൻറ്റ് വർക്കർക്ക് ഹൈ പീസ് റേറ്റും ഇന്നെഫിഷ്യൻറ്റ് വർക്കർക്ക് ലോ പീസ് റേറ്റും പ്രൊവൈഡ് ചെയ്യുന്നു. അടുത്തത് ഗ്രൂപ്പ് പീസ് റേറ്റ്. ഗ്രൂപ്പ് പീസ് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ഓർഗനൈസേഷനിൽ വർക്കേഴ്സ് ഗ്രൂപ്പായിട്ടായിരിക്കും ജോബ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ അവർക്ക് പേയ്മെൻറ്റ് എങ്ങനെയായിരിക്കും തരുന്നത്? ഒരു എഗ്രീഡ് ബേസിസിൽ ഇവർക്ക് പേയ്മെൻറ്റ് ഒരുമിച്ച് വീതിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ടൈപ്സ് ഓഫ് പീസ് റേറ്റ് സിസ്റ്റം. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ടൈം വേജ് സിസ്റ്റത്തിലും പീസ് വേജ് സിസ്റ്റത്തിലും ഉള്ള ഒരു പ്രോബ്ലമാണ് ഇവിടെ തന്നേക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കാം. മിസ്റ്റർ എക്സ്, എ വർക്കർ ഇൻ എ ഫാക്ടറി, ഈസ് പെയ്ഡ് ഓൺ ടൈം ബേസിസ്. His wage rate per hour is 1.50 and he has worked for 12 hours. Mr. Z, another worker, is paid on the piece basis. His output was 157 units. Rate of wages per piece is ₹3. Calculate the earnings of both workers. ഇവിടെ ഒരു ഫാക്ടറിയിൽ മിസ്റ്റർ എക്സും മിസ്റ്റർ ഇസഡ് എന്ന് പറഞ്ഞ 2 വർക്കേഴ്സ് ഉണ്ട്. അതിന് മിസ്റ്റർ എക്സിന് ഫാക്ടറി പേയ്മെന്റ് നടത്തുന്നത് ടൈം ബേസിസിലാണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലെ. ടൈം ബേസിസിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹിസ് വേജ് റേറ്റ് പെർ അവർ എത്രയാണ്? 1.50 ആൻഡ് ഹി ഹാസ് വർക്ക്ഡ് ഫോർ 12 hours. ഇയാള് 12 മണിക്കൂർ വർക്ക് ചെയ്തിട്ടുണ്ട്. വേജ് റേറ്റ് പെർ അവർ ₹1.50 ആണ്. അയാൾ 12 മണിക്കൂർ വർക്ക് ചെയ്തിട്ടുണ്ട്. അയാൾക്ക് പേയ്മെന്റ് കിട്ടുന്നത് ടൈം ബേസിസിലാണെന്ന് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. ഇതാണ് മിസ്റ്റർ എക്സിന്റെ കാര്യം. ഇനി മിസ്റ്റർ ഇസഡിന്റെ കാര്യം പറഞ്ഞേക്കുന്നത് അയാൾക്ക് ഫാക്ടറി പേയ്മെന്റ് നടത്തുന്നത് പീസ് ബേസിസിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെയോ അയാൾ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്ന ഔട്ട്പുട്ട് എത്രയാണ്? 157 യൂണിറ്റ്സ് ആണ്. റേറ്റ് ഓഫ് വേജസ് പെർ പീസിന് വരുന്ന റേറ്റ് ഓഫ് വേജസ് എത്രയാണ്? ₹3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മിസ്റ്റർ എക്സിനും മിസ്റ്റർ ഇസഡിന്റെയും എന്ത് കാണാനാണ് പറഞ്ഞേക്കുന്നത്? ക്വസ്റ്റ്യനില് ഏർണിങ്സ് കാണാനാണ് പറഞ്ഞേക്കുന്നത് അല്ലെ. ഇവിടെ ടൈം ബേസിസിലും പീസ് ബേസിസിലും നമ്മൾ എന്ത് കാണണം? ഏർണിങ്സ് കാണണം. എന്തുകൊണ്ടാണ്? മിസ്റ്റർ എക്സിന് ടൈം ബേസിസിലാണ് പേയ്മെന്റ് നടത്തുന്നത്, മിസ്റ്റർ ഇസഡിന് പീസ് ബേസിസിലാണ് പേയ്മെന്റ് നടത്തുന്നതെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 2 വിധത്തിൽ നമ്മൾ പേയ്മെന്റ് കാണണം. ആദ്യം നമുക്ക് മിസ്റ്റർ എക്സിന്റെ പേയ്മെന്റ് കാണാം. മിസ്റ്റർ എക്സിന്റെ പേയ്മെന്റ് കാണുമ്പോൾ ടൈം ബേസിസിലാണ് കാണേണ്ടത് അല്ലെ. ടൈം ബേസിസിൽ ചെയ്യുമ്പോൾ ഉള്ള ഇക്വേഷൻ എന്താണ്? നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ടൈം ബേസിസില് പേയ്മെന്റ്, ടൈം ബേസ് സിസ്റ്റം പ്രകാരം പേയ്മെന്റ് കാണണമെങ്കിൽ അല്ലെങ്കിൽ ഏർണിങ്സ് കാണണമെങ്കിൽ ഇക്വേഷൻ എന്താണ്? അവേഴ്സ് വർക്ക്ഡ് ഇൻടു റേറ്റ് പെർ അവർ അല്ലെ. ഇതാണ് ഇക്വേഷൻ.
അപ്പൊ നമ്മൾ നോക്കണം, ഇവിടെ അവേഴ്സ് വർക്ക്ഡ് ക്വസ്റ്റിനിൽ തന്നെ തന്നിട്ടുണ്ട്. മിസ്റ്റർ എക്സ് എത്ര മണിക്കൂർ വർക്ക് ചെയ്തെന്ന് പറഞ്ഞിരിക്കുന്നത് 12 hours വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് അല്ലെ. അപ്പം അവേഴ്സ് വർക്ക്ഡ് 12 into റേറ്റ് പെർ അവർ. റേറ്റ് പെർ അവറും ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. എത്രയാണ് റേറ്റ് പെർ അവർ? റേറ്റ് പെർ അവർ 1.50. 12 into 1.50 എത്ര വരുന്നത്? ₹18. ഇതാണ് ടൈം വേജ് സിസ്റ്റം പ്രകാരം മിസ്റ്റർ എക്സിന് കിട്ടുന്ന ഏർണിങ്സ്. ഇനി നമ്മൾ ചെയ്യേണ്ട ആരാ? മിസ്റ്റർ ഇസഡിന് എങ്ങനെയാണ് ഏർണിങ്സ് കണ്ടത്? പീസ് ബേസിസിലാണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ പീസ് ബേസിസ് പ്രകാരം, പീസ് റേറ്റ് സിസ്റ്റം പ്രകാരം മിസ്റ്റർ ഇസഡിന്റെ ഏർണിങ്സ് നമ്മൾ കാണും. ഏത് പ്രകാരമാണ് നമ്മൾ ചെയ്യുന്നത്? പീസ് വേജ് സിസ്റ്റം പ്രകാരം. പീസ് വേജ് സിസ്റ്റം പ്രകാരം ഏർണിങ്സ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻറ്റു പീസ് റേറ്റ്. അത് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് അല്ലെ. ഇപ്പൊ ക്വസ്റ്റ്യൻ നോക്കിയേ, ഇവിടെ മിസ്റ്റർ ഇസഡ് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്ന യൂണിറ്റ് എത്രയാണ്? 157 യൂണിറ്റ്സ് ആണ്. നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് എത്രയാണ്? 157. റേറ്റ് ഓഫ് വേജസ് പെർ പീസ് അല്ലെങ്കിൽ പീസ് റേറ്റ് എത്രയാണ്? ₹3 അല്ലെ. അപ്പൊ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് എത്രയാണ്? 157 ഇൻറ്റു പീസ് റേറ്റ് എത്രയാണ്? ₹3 അല്ലെ. അപ്പൊ നമുക്ക് എത്ര കിട്ടും? ₹471. ഇങ്ങനെയാണ് ടൈം ബേസിസിലും പീസ് വേജ് സിസ്റ്റം പ്രകാരം ഒരു വർക്കറുടെ ഏർണിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ മിസ്റ്റർ എക്സ് ടൈം ബേസിസിലാണ് അയാൾക്ക് ഫാക്ടറി പേയ്മെന്റ് കൊടുക്കുന്നത്. അയാള് ടൈം ബേസ് പ്രകാരമുള്ള ഇക്വേഷൻ എന്താണ് ഏർണിങ്സ് കാണാനുള്ളത്? അവേഴ്സ് വർക്ക്ഡ് ഇൻറ്റു റേറ്റ് പെർ അവർ അല്ലെ. അവേഴ്സ് വർക്ക്ഡ് ഇൻറ്റു റേറ്റ് പെർ അവർ. ഇയാൾ ഇവിടെ എത്ര മണിക്കൂർ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്? 12 മണിക്കൂർ വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അവേഴ്സ് വർക്ക്ഡ് എത്രയാണ്? 12. റേറ്റ് പെർ അവർ എത്രയാണ്? 1.50. അതുകൊണ്ടാണ് 12 into 1.50 ₹18. മിസ്റ്റർ എക്സിന്റെ ഏർണിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ₹18 ആണ്. ഇനി പീസ് വേജ് സിസ്റ്റം പ്രകാരമാണ് മിസ്റ്റർ ഇസഡിന്റെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഏർണിങ്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതെന്തുകൊണ്ട് അങ്ങനെ വന്നേക്കുന്നതെന്ന് മനസ്സിലായില്ലേ? അയാൾക്ക് പേയ്മെന്റ് കിട്ടുന്ന പീസ് ബേസിസിലാണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ പീസ് ബേസിസ് പ്രകാരമുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ ഫോർമുല എന്തായിരുന്നു? നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻറ്റു പീസ് റേറ്റ്. നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് എത്രയാണ്? 157 യൂണിറ്റ്സ്. 157 യൂണിറ്റ്സ് ആണ് നമ്പർ ഓഫ് യൂണിറ്റ്സ്. അപ്പൊ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് 157 ഇൻറ്റു പീസ് റേറ്റ് എത്രയാണ്? ₹3 അല്ലെ. ₹3 ചെയ്യുമ്പോൾ ₹471 കിട്ടും. ഇതാണ് ഏർണിങ്സ്, മിസ്റ്റർ ഇസഡിന്റെ ഏർണിങ്സ്. മനസ്സിലായോ? പ്രീമിയം ബോണസ് പ്ലാൻസ് അല്ലെങ്കിൽ ഇൻസെൻറ്റീവ് സ്കീം എന്ന് പറഞ്ഞാൽ റെമ്യൂണറേഷൻ കൂടാതെ ഒരു വർക്കർക്ക് കിട്ടുന്ന ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു റിവാർഡാണ് എന്ത്? പ്രീമിയം ബോണസ് പ്ലാൻസ് അല്ലെങ്കിൽ ഇൻസെൻറ്റീവ് സ്കീം. Florence defines incentive plan as giving a worker an opportunity to earn something in exchange for more productivity. ഇവിടെ പറയുന്നത് ഒരു വർക്കർക്ക് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ കൂടുതൽ ഏർണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എന്ത്? പ്രീമിയം ബോണസ് പ്ലാൻസ് അല്ലെങ്കിൽ ഇൻസെൻറ്റീവ് സ്കീം. റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വർക്കർ നൽകുന്ന സർവീസിന് അവർക്ക് കിട്ടുന്ന പേയ്മെൻറ്റ് അല്ലെങ്കിൽ പ്രൈസിനെയാണ് റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് അല്ലേ. റെമ്യൂണറേഷനിൽ നിന്ന് കുറച്ച് വ്യത്യാസമാണ് എന്ത്? പ്രീമിയം ബോണസ് പ്ലാൻസ് അല്ലെങ്കിൽ ഇൻസെൻറ്റീവ് സ്കീം. പ്രീമിയം ബോണസ് പ്ലാൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒരു റിവാർഡ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ഇൻസെൻറ്റീവ് സ്കീംസ്. അതിലൊന്നാമത് ഹാൽസേ പ്രീമിയം പ്ലാൻ. ഹാൽസേ പ്രീമിയം പ്ലാൻ പ്രകാരം ഒരു ഓർഗനൈസേഷനിൽ ഒരു എംപ്ലോയർ ഒരു സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്തിരിക്കും ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. ആ സ്റ്റാൻഡേർഡ് ടൈമിൽ ഇവർ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. വർക്കേഴ്സ് ഈ സ്റ്റാൻഡേർഡ് ടൈമിനേക്കാൾ കുറവ് സമയമെടുത്ത് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ സേവ് ചെയ്യുന്ന സമയത്തിന് അവർക്ക് എത്രയാണോ ആക്ച്വൽ വേജ് കിട്ടുന്നത് അതിൻ്റെ 50% ആണ് അവർക്ക് ബോണസ് ആയിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹാൽസേ പ്രീമിയം പ്ലാനിനെ 50-50 പ്ലാൻ എന്നും പറയുന്നു. ഇനി നമുക്ക് ഇക്വേഷൻസ് നോക്കാം.
ടോട്ടൽ ഏർണിങ്സ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? വേജസ് പ്ലസ് ബോണസ്. ഓക്കെ, വേജസ് കാണാനുള്ള ഇക്വേഷൻ ടൈം ടേക്കൺ ഇൻറ്റു റേറ്റ് പെർ അവർ, ടി ഇൻറ്റു ആർ. ടൈം ടേക്കൺ ഇൻറ്റു റേറ്റ് പെർ അവർ ആണ് ഹാൾസെ പ്രീമിയം പ്ലാൻ പ്രകാരം വേജ് കാണാനുള്ള ഇക്വേഷൻ. ബോണസ് കാണാനുള്ള ഇക്വേഷൻ ആർ ഇൻറ്റു എസ് മൈനസ് ടി ബൈ 2. ആർ എന്ന് പറഞ്ഞാൽ റേറ്റ് പെർ അവർ, എസ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ടൈം, ടി എന്ന് പറഞ്ഞാൽ ടൈം. ഈ ബോണസ് കാണാൻ വേറൊരു ഇക്വേഷനും കൂടി ഉണ്ട്. ടൈം സേവ്ഡ് ഇൻറ്റു റേറ്റ് ഇൻറ്റു 50/100. ടൈം സേവ് ചെയ്തത് ഇൻറ്റു റേറ്റ് പെർ അവർ ഇൻറ്റു 50/100. ഇതിലേതെങ്കിലും ഒരു ഇക്വേഷൻ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. അങ്ങനെ നമുക്ക് ടോട്ടൽ ഏർണിങ്സ്, അതായത് വേജസ് പ്ലസ് ബോണസ് കിട്ടും ഹാൾസെ പ്രീമിയം പ്ലാൻ പ്രകാരം. ഇനി ഹാൾസെ വെയർ പ്ലാൻ. ഹാൾസെ വെയർ പ്ലാനിൽ ഹാൾസെ പ്രീമിയം പ്ലാൻ പോലെ തന്നെയാണ് എന്ത് കാണുന്നത്? ടോട്ടൽ ഏർണിങ്സും വേജും കാണുന്നത്. ടോട്ടൽ ഏർണിങ്സ് കാണാനുള്ള ഇക്വേഷൻ വേജസ് പ്ലസ് ബോണസും, വേജ് കാണാനുള്ള ഇക്വേഷൻ ടൈം ടേക്കൺ ഇൻറ്റു റേറ്റ് പെർ അവറും തന്നെയാണ്. ഇവിടെയുള്ള വ്യത്യാസം ബോണസിലാണ്. ഹാൾസെ പ്രീമിയം പ്ലാൻ പ്രകാരം ബോണസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 50% ആണെന്ന് നമ്മൾ പറഞ്ഞല്ലേ. ഹാൾസെ വെയർ പ്ലാൻ എന്ന് പറഞ്ഞാൽ ടൈം സേവ്ഡിൻ്റെ 33 ആണ് എന്ത് ബോണസ് ആയിട്ട് കൊടുക്കുന്നത്. അതായത് നമ്മൾ കാൽക്കുലേഷൻ നടത്തുമ്പോൾ ഈ 33 നമ്മൾ 30% ആയിട്ട് എടുക്കുന്നു. അപ്പോൾ ബോണസ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ടൈം സേവ്ഡ് ഇൻറ്റു റേറ്റ് പെർ അവർ ഇൻറ്റു 30/100. ഇനി അടുത്തത് റോവൻ പ്രീമിയം പ്ലാൻ. റോവൻ പ്രീമിയം പ്ലാൻ പ്രകാരം ടോട്ടൽ ഏർണിങ്സും വേജസും കാണാനുള്ള ഇക്വേഷൻ സെയിം ആണ്. ടോട്ടൽ ഏർണിങ്സ് കാണാനുള്ള ഇക്വേഷൻ വേജസ് പ്ലസ് ബോണസ്, വേജസ് കാണാനുള്ള ഇക്വേഷൻ ടൈം ടേക്കൺ ഇൻറ്റു റേറ്റ് പെർ അവർ, ടി ഇൻറ്റു ആർ. ബോണസ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എസ് മൈനസ് ടി ബൈ എസ് ഇൻറ്റു ടി ഇൻറ്റു ആർ. എസ് മൈനസ് ടി ബൈ എസ്. ഇവിടെ ബോണസ് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് എസ് മൈനസ് ടി ബൈ എസ്. സ്റ്റാൻഡേർഡ് ടൈം മൈനസ് ടൈം ടേക്കൺ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ടൈം ഇൻറ്റു ടൈം ടേക്കൺ ഇൻറ്റു റേറ്റ് പെർ ഹവർ. അന്നേരം നമുക്ക് ബോണസ് കിട്ടും. ടോട്ടൽ ഏർണിങ്സ് ആണ് വേജസ് പ്ലസ് ബോണസ്. ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം പ്രകാരം ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയർ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഫിക്സ് ചെയ്തിരിക്കും. ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇവിടെ 2 വിധത്തിലുള്ള പീസ് റേറ്റ് ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുക. ഒന്ന് ഹൈ പീസ് റേറ്റും 2 ലോ പീസ് റേറ്റും. ഈ ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം പ്രകാരം നമ്മൾ പറഞ്ഞു ഒരു എംപ്ലോയറെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഒരു ഓർഗനൈസേഷനിലെ വർക്കർ ഈ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിനേക്കാൾ കൂടുതലാണ് പ്രൊഡ്യൂസ് ചെയ്തതെങ്കിൽ ഈ വർക്കർക്ക് ഹൈ പീസ് റേറ്റ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഓർഗനൈസേഷൻ വർക്കർ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിനേക്കാൾ കുറവാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ലോ പീസ് റേറ്റ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിലെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 100 യൂണിറ്റ്സ് ആണ്. ആ വർക്കർ 80 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തതെങ്കിൽ ലെവൽ ഓഫ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ലോ ആണ് അല്ലേ. 100 ആണ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്, 80 യൂണിറ്റ്സേ പ്രൊഡ്യൂസ് ചെയ്തോളൂ. അങ്ങനെ വരുമ്പോൾ ആ വർക്കർക്ക് ലോ പീസ് റേറ്റ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ പ്രൊഡ്യൂസ്, ഇപ്പോൾ 100 ആണ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്, ഒരു വർക്കർ 110 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തെങ്കിൽ അവിടെ ലെവൽ ഓഫ് പെർഫോമൻസ് കൂടുതലാണ്, ആ വർക്കർക്ക് ഹൈ പീസ് റേറ്റ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം പ്രകാരം 2 കണ്ടീഷനാണുള്ളത്. ഒരു വർക്കർ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടോ അതിനേക്കാൾ കൂടുതലോ പ്രൊഡ്യൂസ് ചെയ്താൽ പീസ് റേറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ 120% ആയിരിക്കും. നോർമൽ പീസ് റേറ്റിൻ്റെ 120% ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. വർക്കർ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിനേക്കാൾ കുറവാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ 80% ആയിരിക്കും പീസ് റേറ്റ് ആയിട്ട് വരുന്നത്. എല്ലാവർക്കും കോസ്റ്റ് അക്കൗണ്ടിങ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്ന മൊഡ്യൂള് ലേബർ. എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റിൽ രണ്ടാമത്താണ് ലേബർ. എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് 3 ആയിരുന്നു. ഏതൊക്കെയാണ്? മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസ്. അതിൽ രണ്ടാമത്തെ ലേബറാണ് നമ്മൾ പഠിക്കുന്നത്. എന്താണ് ലേബർ? ഒരു എൻ്റർപ്രൈസിലെ ഹ്യൂമൻ റിസോഴ്സസിനെയാണ് നമ്മൾ ലേബർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഫാക്ടറിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ റോ മെറ്റീരിയൽസിനെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അവിടെ ഹ്യൂമൻ എഫേർട്ട് അത്യാവശ്യമാണ് അല്ലേ. അതിനെയാണ് നമ്മൾ ലേബർ എന്ന് പറയുന്നത്.
കമ്പനി എടുത്തു അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ അവിടുത്തെ 40 to 50% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേബർ കോസ്റ്റ് ആയിരിക്കും. അപ്പോൾ ലേബർ കോസ്റ്റ് എന്താണ്? പ്രൈസ് പെയ്ഡ് ഫോർ യൂസ് ഇൻ ഹ്യൂമൻ റിസോഴ്സസ് ഇൻ ആൻ എൻ്റർപ്രൈസ്. അതായത് ഒരു ഓർഗനൈസേഷനിൽ ഉപയോഗിക്കുന്ന മാൻ പവറിന് ചിലവാകുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ലേബർ. 2 വിധത്തിലുള്ള ലേബേഴ്സാണ് ഉള്ളത്. ഒന്ന് ഡയറക്റ്റ് ലേബർ, 2 ഇൻഡയറക്റ്റ് ലേബർ. ഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞാൽ വർക്കേഴ്സ് റോ മെറ്റീരിയൽസിനെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഡയറക്റ്റ്ലി ഇൻവോൾവ് ചെയ്യുന്നു. പ്രൊഡക്ഷനിൽ അവർ ഡയറക്റ്റ് പാർട്ടിസിപ്പേഷനാണ് അവരുടെ വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മെഷീൻ ഓപ്പറേറ്റേഴ്സ്, മെഷീൻ അസംബ്ലേഴ്സ് ഒക്കെ ഡയറക്റ്റ് ലേബേഴ്സാണ്. അവർ റോ മെറ്റീരിയൽസിനെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റിലേക്ക് മാറ്റുന്നതിൽ അവർ ഡയറക്റ്റ്ലി ഇൻവോൾവ് ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ ഇൻഡയറക്റ്റ് ലേബർ. ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവർ റോ മെറ്റീരിയൽസിനെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റിലേക്ക് മാറ്റുന്നതിന് ഡയറക്റ്റ്ലി ഇൻവോൾവ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അക്കൗണ്ടൻസ്, ക്ലീനേഴ്സ്, വാച്ച്മാൻ, ക്ലർക്ക്, മാനേജേഴ്സ് ഇവരൊന്നും പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഡയറക്റ്റ്ലി ഇൻവോൾവ് ചെയ്യുന്നില്ല. ഡയറക്റ്റ് എക്സ്പെൻസസ് ഒക്കെ പ്രൈം കോസ്റ്റിലാണ് വരുന്നതെന്നും ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഒക്കെ ഓവർഹെഡിലാണ് വരുന്നതെന്നും നിങ്ങൾ ഫസ്റ്റ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തപ്പോൾ പഠിച്ച കാര്യങ്ങളാണ്. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന മെത്തേഡ്സ് ഓഫ് റെമ്യൂണറേഷൻ പറഞ്ഞാൽ എന്താണ്? ഒരു വർക്കർ നൽകുന്ന സർവീസിന് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ജോലിക്ക് കിട്ടുന്ന വേജസ് അല്ലെങ്കിൽ സാലറിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? റെമ്യൂണറേഷൻ എന്ന് പറയുന്നു. ഈ റെമ്യൂണറേഷൻ 2 വിധത്തിലാണ് പേ ചെയ്യുന്നത്, അല്ലെങ്കിൽ സിസ്റ്റം ഓഫ് വേജ് പേയ്മെൻറ്റ്. അതിൽ ഒന്നാമത്തേത് ടൈം റേറ്റ് സിസ്റ്റം, രണ്ടാമത്തേത് പീസ് റേറ്റ് സിസ്റ്റം. ടൈം റേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേജസ് ആർ പെയ്ഡ് ടു വർക്കേഴ്സ് ഓൺ ദ ബേസിസ് ഓഫ് ടൈം ദേ വർക്ക്. ഒരു വർക്കർ ഒരു ഓർഗനൈസേഷനിൽ എത്ര സമയം വർക്ക് ചെയ്യുന്നു അതിനനുസരിച്ചാണ് അവർക്ക് ഉള്ള പേയ്മെൻറ്റ് കൊടുക്കുന്നത്. ഈ ടൈം റേറ്റ് സിസ്റ്റത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഫാക്ടർ എന്ന് പറഞ്ഞാൽ ടൈമാണ്. ടൈം റേറ്റ് സിസ്റ്റം പ്രകാരം ഏർണിങ്സ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഹവേഴ്സ് വർക്ക്ഡ് ഇൻ ടു റേറ്റ് പെർ അവർ. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വർക്കർ എത്ര മണിക്കൂർ വർക്ക് ചെയ്തു അത് ഇൻറ്റു റേറ്റ് പെർ അവർ. ഇപ്പോൾ ഒരു വർക്കർ 10 മണിക്കൂറാണ് വർക്ക് ചെയ്തേക്കുന്നത്, റേറ്റ് പെർ അവർ 2 ആണെന്ന് ഓർക്കുക. അപ്പോൾ അവിടുത്തെ ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 10 ഇൻറ്റു 2 20 റുപ്പീസ് ആയിരിക്കും ആ വർക്കർക്ക് കിട്ടുന്ന ഏർണിങ്സ്. ഈ ടൈം റേറ്റ് സിസ്റ്റം പ്രകാരം വേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആ വർക്കർ ഒരു പർട്ടിക്കുലർ ജോലിയിൽ എത്രത്തോളം സമയം സ്പെൻഡ് ചെയ്യുന്നു അതനുസരിച്ചായിരിക്കും അയാൾക്ക് ഉള്ള പേയ്മെൻറ്റ് കൊടുക്കുന്നത്. ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർ അവറിന് അവർ എത്ര റേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ചായിരിക്കും വേജസ് വർക്കർക്ക് കൊടുക്കുന്നത്. ഇനി അടുത്ത രണ്ടാമത്തത് പീസ് റേറ്റ് സിസ്റ്റം. പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ടൈം റേറ്റ് സിസ്റ്റത്തിനേക്കാൾ വ്യത്യാസമാണ്. പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേജസ് ആർ പെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ദി നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി വർക്കർ. ഒരു വർക്കർ എത്ര യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിൻ്റെ ബേസിസിലായിരിക്കും എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? അയാൾക്ക് വേജസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ പീസ് റേറ്റ് സിസ്റ്റത്തിൽ കൺസിഡർ ചെയ്യുന്ന ഫാക്ടർ എന്ന് പറഞ്ഞാൽ റേറ്റ് ആണ്, അല്ലെങ്കിൽ പീസ് റേറ്റ് നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തതിൻ്റെ റേറ്റിൻ്റെ ബേസിസിലാണ് ഇവർക്ക് പേയ്മെൻറ്റ് നടത്തുന്നത്. പീസ് റേറ്റ് സിസ്റ്റം പ്രകാരം ഏർണിങ്സ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻറ്റു റേറ്റ് പെർ യൂണിറ്റ്. ഇപ്പോൾ ഒരു വർക്കർ 100 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു, അതിൻ്റെ പീസ് റേറ്റ് ₹2 ആണെങ്കിൽ 100 ഇൻറ്റു 2 200 റുപ്പീസാണ് അയാൾക്ക് കിട്ടുന്ന വേജസ് അല്ലെങ്കിൽ ഏർണിങ്സ്. ഒരു വർക്കർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള യൂണിറ്റിൻ്റെ ബേസിസിലാണ് ഇവിടെ വേജ് പേ ചെയ്യുന്നത്. അടുത്ത ടോപ്പിക് ടൈപ്സ് ഓഫ് പീസ് റേറ്റ് സിസ്റ്റം. അതിൽ ഒന്നാമത്തെ സ്ട്രെയിറ്റ് പീസ് റേറ്റ്, 2 പീസ് റേറ്റ് വിത്ത് ഗ്യാരൻറ്റീഡ് വീക്ക്ലി വേജ്, 3 ഡിഫറൻഷ്യൽ പീസ് റേറ്റ്, 4 ഗ്രൂപ്പ് പീസ് റേറ്റ്. അതിൽ ഒന്നാമത്തെ സ്ട്രെയിറ്റ് പീസ് റേറ്റ്. സ്ട്രെയിറ്റ് പീസ് റേറ്റ് പ്രകാരം ഓരോ യൂണിറ്റിനുമുള്ള റേറ്റ് ഓർഗനൈസേഷൻ ഫിക്സ് ചെയ്യും. ആ ഫിക്സ് ചെയ്ത റേറ്റ് ഫിക്സഡ് ആയിരിക്കും. അതിനാണ് സ്ട്രെയിറ്റ് പീസ് റേറ്റ് എന്ന് പറയുന്നത്. ഈ സ്ട്രെയിറ്റ് പീസ് റേറ്റ് പ്രകാരം ഏർണിങ്സ് കാണാനുള്ള ഫോർമുല നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻറ്റു റേറ്റ് പെർ യൂണിറ്റ്. ഈ റേറ്റ് പെർ യൂണിറ്റ് സ്ട്രെയിറ്റ് പീസ് റേറ്റ് ആയിരിക്കും, അത് ഫിക്സഡ് ആയിരിക്കും.
ഇപ്പോൾ ഒരു വ്യക്തി 10 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തെങ്കിൽ അവിടുത്തെ ആ ഓർഗനൈസേഷൻ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന റേറ്റ് പെർ യൂണിറ്റ് 2 ആണെന്ന് നമ്മൾ ഓർക്കുക. ഓക്കെ, ഏർണിങ്സ് കാണാനുള്ള ഇക്വേഷനിലേക്ക് അത് അപ്ലൈ ചെയ്യുമ്പോൾ 10 × 2 20 rupees. ഇപ്പോൾ ഒരാൾ 5 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, 5 × 2 10 rupees. ഓക്കെ, ഇനി അടുത്തത് പീസ് റേറ്റ് വിത്ത് ഗ്യാരൻറ്റി വീക്ക്ലി വേജ്. ഇവിടെ ഓർഗനൈസേഷൻ ഒരു ഗ്യാരൻറ്റി പ്രൊവൈഡ് ചെയ്യും. ഗ്യാരൻറ്റീഡ് എമൗണ്ട് ഇപ്പോൾ ടൈം വേജ് ആയിരിക്കും. ഇപ്പോൾ പീസ് വേജ് ടൈം വേജിനേക്കാൾ കുറവാണെങ്കിൽ ടൈം വേജ് ആയിരിക്കും ഗ്യാരൻറ്റി ആയിട്ട് ആ വർക്കർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി അടുത്ത് ഡിഫറൻഷ്യൽ പീസ് റേറ്റ്. ഡിഫറൻഷ്യൽ പീസ് റേറ്റ് എന്ന് പറഞ്ഞാൽ 2 വിധത്തിലുള്ള പീസ് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഹൈ പീസ് റേറ്റും ലോ പീസ് റേറ്റും. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിനേക്കാൾ കൂടുതലാണ് ഒരാൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് ഹൈ പീസ് റേറ്റും, ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിനേക്കാൾ കുറവാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ലോ പീസ് റേറ്റും പ്രൊവൈഡ് ചെയ്യുന്നു. അതായത് എഫിഷ്യൻറ്റ് വർക്കർക്ക് ഹൈ പീസ് റേറ്റും ഇൻഎഫിഷ്യൻറ്റ് വർക്കർക്ക് ലോ പീസ് റേറ്റും പ്രൊവൈഡ് ചെയ്യുന്നു. അടുത്തത് ഗ്രൂപ്പ് പീസ് റേറ്റ്. ഗ്രൂപ്പ് പീസ് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ഓർഗനൈസേഷനിൽ വർക്കേഴ്സ് ഗ്രൂപ്പായിട്ടായിരിക്കും ജോബ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ അവർക്ക് പേയ്മെൻറ്റ് എങ്ങനെയായിരിക്കും തരുന്നത്? ഒരു എഗ്രീഡ് ബേസിസിൽ ഇവർക്ക് പേയ്മെൻറ്റ് ഒരുമിച്ച് വീതിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ടൈപ്സ് ഓഫ് പീസ് റേറ്റ് സിസ്റ്റം. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ടൈം വേജ് സിസ്റ്റത്തിലും പീസ് വേജ് സിസ്റ്റത്തിലും ഉള്ള ഒരു പ്രോബ്ലമാണ് ഇവിടെ തന്നേക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കാം. മിസ്റ്റർ എക്സ്, എ വർക്കർ ഇൻ എ ഫാക്ടറി, ഈസ് പെയ്ഡ് ഓൺ ടൈം ബേസിസ്. ഹിസ് വേജ് റേറ്റ് പെർ അവർ ഈസ് 1.50 and he has worked for 12 hours. Mr. Z, another worker, is paid on the piece basis. His output was 157 units. Rate of wages per piece is ₹3. Calculate the earnings of both workers. ഇവിടെ ഒരു ഫാക്ടറിയിൽ മിസ്റ്റർ എക്സും മിസ്റ്റർ ഇസഡ് എന്ന് പറഞ്ഞ 2 വർക്കേഴ്സ് ഉണ്ട്. അതിന് മിസ്റ്റർ എക്സിന് ഫാക്ടറി പേയ്മെന്റ് നടത്തുന്നത് ടൈം ബേസിസിലാണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലെ. ടൈം ബേസിസിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹിസ് വേജ് റേറ്റ് പെർ അവർ എത്രയാണ്? 1.50 ആൻഡ് ഹി ഹാസ് വർക്ക്ഡ് ഫോർ 12 hours. ഇയാള് 12 മണിക്കൂർ വർക്ക് ചെയ്തിട്ടുണ്ട്. റേറ്റ് പെർ വേജ് റേറ്റ് പെർ അവർ ₹1.50 ആണ്. അയാൾ 12 മണിക്കൂർ വർക്ക് ചെയ്തിട്ടുണ്ട്. അയാൾക്ക് പേയ്മെന്റ് കിട്ടുന്നത് ടൈം ബേസിസിലാണെന്ന് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. ഇതാണ് മിസ്റ്റർ എക്സിന്റെ കാര്യം. ഇനി മിസ്റ്റർ ഇസഡ്. മിസ്റ്റർ ഇസഡിന്റെ കാര്യം പറഞ്ഞേക്കുന്നത് അയാൾക്ക് ഫാക്ടറി പേയ്മെന്റ് നടത്തുന്നത് പീസ് ബേസിസിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെയോ അയാൾ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്ന ഔട്ട്പുട്ട് എത്രയാണ്? 157 യൂണിറ്റ്സ് ആണ്. റേറ്റ് ഓഫ് വേജസ് പെർ പീസ്, പെർ പീസിന് വരുന്ന റേറ്റ് ഓഫ് വേജസ് എത്രയാണ്? ₹3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മിസ്റ്റർ എക്സിനും മിസ്റ്റർ ഇസഡിന്റെയും എന്ത് കാണാനാണ് പറഞ്ഞേക്കുന്നത്? ക്വസ്റ്റ്യനില് ഏണിങ്സ് കാണാനാണ് പറഞ്ഞേക്കുന്നത് അല്ലെ. ഇവിടെ ടൈം ബേസിസിലും പീസ് ബേസിസിലും നമ്മൾ എന്ത് കാണണം? ഏണിങ്സ് കാണണം. എന്തുകൊണ്ടാണ്? മിസ്റ്റർ എക്സിന് ടൈം ബേസിസിലാണ് പേയ്മെന്റ് നടത്തുന്നത്, മിസ്റ്റർ ഇസഡിന് പീസ് ബേസിസിലാണ് പേയ്മെന്റ് നടത്തുന്നതെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 2 വിധത്തിൽ നമ്മൾ പേയ്മെന്റ് കാണണം. ആദ്യം നമുക്ക് മിസ്റ്റർ എക്സിന്റെ പേയ്മെന്റ് കാണാം. മിസ്റ്റർ എക്സിന്റെ പേയ്മെന്റ് കാണുമ്പോൾ ടൈം ബേസിസിലാണ് കാണേണ്ടത് അല്ലെ. ടൈം ബേസിസിൽ ചെയ്യുമ്പോൾ ഉള്ള ഇക്വേഷൻ എന്താണ്? നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ടൈം ബേസിസില് പേയ്മെന്റ്, ടൈം ബേസ് സിസ്റ്റം പ്രകാരം പേയ്മെന്റ് കാണണമെങ്കിൽ അല്ലെങ്കിൽ ഏർണിങ്സ് കാണണമെങ്കിൽ ഇക്വേഷൻ എന്താണ്? അവേഴ്സ് വർക്ക്ഡ് ഇൻടു റേറ്റ് പെർ അവർ അല്ലെ. ഇതാണ് ഇക്വേഷൻ. അപ്പൊ നമ്മൾ നോക്കണം. ഇവിടെ അവേഴ്സ് വർക്ക്ഡ് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. മിസ്റ്റർ എക്സ് എത്ര മണിക്കൂർ വർക്ക് ചെയ്തെന്ന് പറഞ്ഞിരിക്കുന്നത്? 12 hours വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലെ. അപ്പം അവേഴ്സ് വർക്ക്ഡ് 12 ഇൻറ്റു റേറ്റ് പെർ അവർ. റേറ്റ് പെർ അവറും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ് റേറ്റ് പെർ അവർ? റേറ്റ് പെർ അവർ 1.50. 12 ഇൻറ്റു 1.50 എത്ര വരുന്നത്? ₹18. ഇതാണ് ടൈം വേജ് സിസ്റ്റം പ്രകാരം മിസ്റ്റർ എക്സിന് കിട്ടുന്ന ഏർണിങ്സ്. ഇനി നമ്മൾ ചെയ്യേണ്ട ആരാ? മിസ്റ്റർ ഇസഡിന് എങ്ങനെയാണ് ഏർണിങ്സ് കണ്ടത്? പീസ് ബേസിസിലാണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ പീസ് ബേസിസ് പ്രകാരം
പീസ് റേറ്റ് സിസ്റ്റം പ്രകാരം മിസ്റ്റർ ഇസഡിന്റെ ഏർണിങ്സ് നമ്മൾ കാണും. ഏത് പ്രകാരമാണ് നമ്മൾ ചെയ്യുന്നത്? പീസ് വേജ് സിസ്റ്റം പ്രകാരം. പീസ് വേജ് സിസ്റ്റം പ്രകാരം ഏർണിങ്സ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻറ്റു പീസ് റേറ്റ്. അത് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് അല്ലെ. ഇപ്പൊ ക്വസ്റ്റ്യൻ നോക്കിയേ, ഇവിടെ മിസ്റ്റർ ഇസഡ് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്ന യൂണിറ്റ് എത്രയാണ്? 157 യൂണിറ്റ്സ് ആണ്. നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് എത്രയാണ്? 157. റേറ്റ് ഓഫ് വേജസ് പെർ പീസ് അല്ലെങ്കിൽ പീസ് റേറ്റ് എത്രയാണ്? ₹3 അല്ലെ. അപ്പൊ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് എത്രയാണ്? 157 ഇൻറ്റു പീസ് റേറ്റ് എത്രയാണ്? ₹3 അല്ലെ. അപ്പൊ നമുക്ക് എത്ര കിട്ടും? ₹471. ഇങ്ങനെയാണ് ടൈം ബേസിസിലും പീസ് വേജ് സിസ്റ്റം പ്രകാരം ഒരു വർക്കറുടെ ഏർണിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ മിസ്റ്റർ എക്സ് ടൈം ബേസിസിലാണ് അയാൾക്ക് ഫാക്ടറി പേയ്മെന്റ് കൊടുക്കുന്നത്. അയാള് ടൈം ബേസ് പ്രകാരമുള്ള ഇക്വേഷൻ എന്താണ് ഏർണിങ്സ് കാണാനുള്ളത്? അവേഴ്സ് വർക്ക്ഡ് ഇൻറ്റു റേറ്റ് പെർ അവർ അല്ലെ. അവേഴ്സ് വർക്ക്ഡ് ഇൻറ്റു റേറ്റ് പെർ അവർ. ഇയാൾ ഇവിടെ എത്ര മണിക്കൂർ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞേക്കുന്നത്? 12 മണിക്കൂർ വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അവേഴ്സ് വർക്ക്ഡ് എത്രയാണ്? 12. റേറ്റ് പെർ അവർ എത്രയാണ്? 1.50. അതുകൊണ്ടാണ് 12 ഇൻറ്റു 1.50 ₹18. മിസ്റ്റർ എക്സിന്റെ ഏർണിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ₹18 ആണ്. ഇനി പീസ് വേജ് സിസ്റ്റം പ്രകാരമാണ് മിസ്റ്റർ ഇസഡിന്റെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഏർണിങ്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതെന്തുകൊണ്ട് അങ്ങനെ വന്നേക്കുന്നതെന്ന് മനസ്സിലായില്ലേ? അയാൾക്ക് പേയ്മെന്റ് കിട്ടുന്ന പീസ് ബേസിസിലാണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ പീസ് ബേസിസ് പ്രകാരമുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ ഫോമിൽ എന്തായിരുന്നു? നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻറ്റു പീസ് റേറ്റ്. നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് എത്രയാണ്? 157 യൂണിറ്റ്സ്. 157 യൂണിറ്റ്സ് ആണ് നമ്പർ ഓഫ് യൂണിറ്റ്സ്. അപ്പൊ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് 157 ഇൻറ്റു പീസ് റേറ്റ് എത്രയാണ്? ₹3 അല്ലെ. ₹3 ചെയ്യുമ്പോൾ ₹471 കിട്ടും. ഇതാണ് ഏർണിങ്സ്, മിസ്റ്റർ ഇസഡിന്റെ ഏർണിങ്സ്. മനസ്സിലായോ? പ്രീമിയം ബോണസ് പ്ലാൻസ് അല്ലെങ്കിൽ ഇൻസെൻറ്റീവ് സ്കീം എന്ന് പറഞ്ഞാൽ റെമ്യൂണറേഷൻ കൂടാതെ ഒരു വർക്കർക്ക് കിട്ടുന്ന ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു റിവാർഡാണ് എന്ത്? പ്രീമിയം ബോണസ് പ്ലാൻസ് അല്ലെങ്കിൽ ഇൻസെൻറ്റീവ് സ്കീം. Florence defines incentive plan as giving a worker an opportunity to earn something in exchange for more productivity. ഇവിടെ പറയുന്നത് ഒരു വർക്കർക്ക് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ കൂടുതൽ ഏർണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എന്ത്? പ്രീമിയം ബോണസ് പ്ലാൻസ് അല്ലെങ്കിൽ ഇൻസെൻറ്റീവ് സ്കീം. റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വർക്കർ നൽകുന്ന സർവീസിന് അവർക്ക് കിട്ടുന്ന പേയ്മെൻറ്റ് അല്ലെങ്കിൽ പ്രൈസിനെയാണ് റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് അല്ലേ. റെമ്യൂണറേഷനിൽ നിന്ന് കുറച്ച് വ്യത്യാസമാണ് എന്ത്? പ്രീമിയം ബോണസ് പ്ലാൻസ് അല്ലെങ്കിൽ ഇൻസെൻറ്റീവ് സ്കീം. പ്രീമിയം ബോണസ് പ്ലാൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒരു റിവാർഡ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ഇൻസെൻറ്റീവ് സ്കീംസ്. അതിലൊന്നാമത് ഹാൽസേ പ്രീമിയം പ്ലാൻ. ഹാൽസേ പ്രീമിയം പ്ലാൻ പ്രകാരം ഒരു ഓർഗനൈസേഷനിൽ ഒരു എംപ്ലോയർ ഒരു സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്തിരിക്കും ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. ആ സ്റ്റാൻഡേർഡ് ടൈമിൽ ഇവർ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. വർക്കേഴ്സ് ഈ സ്റ്റാൻഡേർഡ് ടൈമിനേക്കാൾ കുറവ് സമയമെടുത്ത് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ സേവ് ചെയ്യുന്ന സമയത്തിന് അവർക്ക് എത്രയാണോ ആക്ച്വൽ വേജ് കിട്ടുന്നത് അതിൻ്റെ 50% അവർക്ക് ബോണസ് ആയിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹാൽസേ പ്രീമിയം പ്ലാനിനെ 50-50 പ്ലാൻ എന്നും പറയുന്നു. ഇനി നമുക്ക് ഇക്വേഷൻസ് നോക്കാം. ടോട്ടൽ ഏർണിങ്സ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? വേജസ് പ്ലസ് ബോണസ്. ഓക്കെ, വേജസ് കാണാനുള്ള ഇക്വേഷൻ ടൈം ടേക്കൺ ഇൻറ്റു റേറ്റ് പെർ അവർ, ടി ഇൻറ്റു ആർ. ടൈം ടേക്കൺ ഇൻറ്റു റേറ്റ് പെർ അവർ ആണ് ഹാൽസേ പ്രീമിയം പ്ലാൻ പ്രകാരം വേജ് കാണാനുള്ള ഇക്വേഷൻ. ബോണസ് കാണാനുള്ള ഇക്വേഷൻ ആർ ഇൻറ്റു എസ് മൈനസ് ടി ബൈ 2. ആർ എന്ന് പറഞ്ഞാൽ റേറ്റ് പെർ അവർ, എസ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ടൈം, ടി എന്ന് പറഞ്ഞാൽ ടൈം. ഈ ബോണസ് കാണാൻ വേറൊരു ഇക്വേഷനും കൂടെ ഉണ്ട്. ടൈം സേവ്ഡ് ഇൻറ്റു റേറ്റ് ഇൻറ്റു 50/100. ടൈം സേവ് ചെയ്തത് ഇൻറ്റു റേറ്റ് പെർ അവർ ഇൻറ്റു 50/100. ഇതിലേതെങ്കിലും ഒരു ഇക്വേഷൻ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി.
അങ്ങനെ നമുക്ക് ടോട്ടൽ ഏർണിങ്സ്, അതായത് വേജസ് പ്ലസ് ബോണസ് കിട്ടും ഹാൾസെ പ്രീമിയം പ്ലാൻ പ്രകാരം. ഇനി ഹാൾസെ വെയർ പ്ലാൻ. ഹാൾസെ വെയർ പ്ലാനിൽ ഹാൾസെ പ്രീമിയം പ്ലാൻ പോലെ തന്നെയാണ് എന്ത് കാണുന്നത്, ടോട്ടൽ ഏർണിങ്സും വേജും കാണുന്നത്. ടോട്ടൽ ഏർണിങ്സ് കാണാനുള്ള ഇക്വേഷൻ വേജസ് പ്ലസ് ബോണസും, വേജ് കാണാനുള്ള ഇക്വേഷൻ ടൈം ടേക്കൺ ഇൻറ്റു റേറ്റ് പെർ അവറും തന്നെയാണ്. ഇവിടെയുള്ള വ്യത്യാസം ബോണസിലാണ്. ഹാൾസെ പ്രീമിയം പ്ലാൻ പ്രകാരം ബോണസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 50% ആണെന്ന് നമ്മൾ പറഞ്ഞല്ലേ. ഹാൾസെ വെയർ പ്ലാൻ എന്ന് പറഞ്ഞാൽ ടൈം സേവ്ഡിൻ്റെ 33 1/3% ആണ് എന്ത് ബോണസ് ആയിട്ട് കൊടുക്കുന്നത്. അതായത് നമ്മൾ കാൽക്കുലേഷൻ നടത്തുമ്പോൾ ഈ 33 1/3% നമ്മൾ 30% ആയിട്ട് എടുക്കുന്നു. അപ്പോൾ ബോണസ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ടൈം സേവ്ഡ് ഇൻറ്റു റേറ്റ് പെർ അവർ ഇൻറ്റു 30/100. ഇനി അടുത്തത് റോവൻ പ്രീമിയം പ്ലാൻ. റോവൻ പ്രീമിയം പ്ലാൻ പ്രകാരം ടോട്ടൽ ഏർണിങ്സും വേജസും കാണാനുള്ള ഇക്വേഷൻ സെയിം ആണ്. ടോട്ടൽ ഏർണിങ്സ് കാണാനുള്ള ഇക്വേഷൻ വേജസ് പ്ലസ് ബോണസ്, വേജസ് കാണാനുള്ള ഇക്വേഷൻ ടൈം ടേക്കൺ ഇൻറ്റു റേറ്റ് പെർ അവർ ടി ഇൻറ്റു ആർ. ബോണസ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എസ് മൈനസ് ടി ബൈ എസ് ഇൻറ്റു ടി ഇൻറ്റു ആർ. എസ് മൈനസ് ടി ബൈ എസ്. ഇവിടെ ബോണസ് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് എസ് മൈനസ് ടി ബൈ എസ്. സ്റ്റാൻഡേർഡ് ടൈം മൈനസ് ടൈം ടേക്കൺ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ടൈം ഇൻറ്റു ടൈം ടേക്കൺ ഇൻറ്റു റേറ്റ് പെർ ഹവർ. അന്നേരം നമുക്ക് ബോണസ് കിട്ടും. ടോട്ടൽ ഏർണിങ്സ് ആണ് വേജസ് പ്ലസ് ബോണസ്. അടുത്തത് ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം പ്രകാരം ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയർ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഫിക്സ് ചെയ്തിരിക്കും. ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇവിടെ 2 വിധത്തിലുള്ള പീസ് റേറ്റ് ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുക. ഒന്ന് ഹൈ പീസ് റേറ്റും 2 ലോ പീസ് റേറ്റും. ഈ ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം പ്രകാരം നമ്മൾ പറഞ്ഞു ഒരു എംപ്ലോയറെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഒരു ഓർഗനൈസേഷനിലെ വർക്കർ ഈ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിനേക്കാൾ കൂടുതലാണ് പ്രൊഡ്യൂസ് ചെയ്തതെങ്കിൽ ഈ വർക്കർക്ക് ഹൈ പീസ് റേറ്റ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഓർഗനൈസേഷൻ വർക്കർ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിനേക്കാൾ കുറവാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ലോ പീസ് റേറ്റ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിലെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 100 യൂണിറ്റ്സ് ആണ്. ആ വർക്കർ 80 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തതെങ്കിൽ ലെവൽ ഓഫ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ലോ ആണ് അല്ലേ. 100 ആണ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്, 80 യൂണിറ്റ്സേ പ്രൊഡ്യൂസ് ചെയ്തോളൂ. അങ്ങനെ വരുമ്പോൾ ആ വർക്കർക്ക് ലോ പീസ് റേറ്റ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ പ്രൊഡ്യൂസ്, ഇപ്പോൾ 100 ആണ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്, ഒരു വർക്കർ 110 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തെങ്കിൽ അവിടെ ലെവൽ ഓഫ് പെർഫോമൻസ് കൂടുതലാണ്, ആ വർക്കർക്ക് ഹൈ പീസ് റേറ്റ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം പ്രകാരം 2 കണ്ടീഷനാണുള്ളത്. ഒരു വർക്കർ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടോ അതിനേക്കാൾ കൂടുതലോ പ്രൊഡ്യൂസ് ചെയ്താൽ പീസ് റേറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ 120% ആയിരിക്കും. നോർമൽ പീസ് റേറ്റിൻ്റെ 120% ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. വർക്കർ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിനേക്കാൾ കുറവാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ 80% ആയിരിക്കും പീസ് റേറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അടുത്ത് നമുക്ക് ഹാൾസെ പ്ലാനും റോവൻ പ്ലാനും ഹാൾസെ വെയർ പ്ലാനൊക്കെ വരുന്ന ഒരു പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്റ്റാൻഡേർഡ് ടൈം ഫോർ എ ജോബ് ഈസ് 10 hours. Actual hours taken are 8. Wage rate per hour is ₹5. Calculate earnings and effective rate of earnings per hour under Halsey plan, Rowan plan and Halsey Ware plan. ഇവിടെ ഏർണിങ്സും എഫക്റ്റീവ് റേറ്റ് ഓഫ് ഏർണിങ്സും കാണാനാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് ആദ്യം ഹാൾസെ പ്രീമിയം പ്ലാൻ പ്രകാരം എങ്ങനെയാണ് ഏർണിങ്സ് കാണേണ്ടതെന്ന് നോക്കാം. ഹാൾസെ പ്രീമിയം പ്ലാൻ. ഹാൾസെ പ്രീമിയം പ്ലാൻ പ്രകാരം എങ്ങനെയാണ് നമ്മൾ ഏർണിങ്സ് കാണേണ്ടത്? ഏർണിങ്സ് കാണേണ്ട ഇക്വേഷൻ എന്താണ്? ഹാൾസെ വേജസ് പ്ലസ് ബോണസ് അല്ലേ. ഇതിലാദ്യം നമുക്ക് വേജസ് കാണാം. വേജസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ടൈം ടേക്കൺ ഇൻറ്റു റേറ്റ് പെർ അവർ. ഇവിടെ ടിയും ആറും നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. അപ്പൊ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻ നോക്കുക. ദ സ്റ്റാൻഡേർഡ് ടൈം ഫോർ എ ജോബ് ഈസ് 10 hours. സ്റ്റാൻഡേർഡ് ടൈം എത്രയാണ്?
10 hours എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ എസ് എത്രയാണ്? എസ് ഈസ് ഈക്വൽ ടു, അതായത് സ്റ്റാൻഡേർഡ് ടൈം 10 hours. പിന്നെ ആക്ച്വൽ അവേഴ്സ് ടേക്കൺ ആർ 8 എന്ന് പറഞ്ഞിട്ടുണ്ട്. ആക്ച്വൽ അവേഴ്സ് ടേക്കൺ എത്രയാണ്? 8. ആക്ച്വൽ അവേഴ്സ് ടേക്കൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം ടേക്കൺ അല്ലെങ്കിൽ ആക്ച്വൽ ടൈം എത്രയാണ്? 8. അപ്പൊ T8. ഇനി റേറ്റ് പെർ അവർ എത്രയാണ് പറഞ്ഞേക്കുന്നത്? ₹5 അല്ലെ. റേറ്റ് പെർ അവർ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ₹5. റേറ്റ് പെർ അവർ എത്രയാണ്? R ഈസ് ഈക്വൽ ടു ₹5. അപ്പൊ നമുക്ക് എസും ടിയും ആറും കിട്ടി. ഇനി വേജസിലേക്ക് ഇത് അപ്ലൈ ചെയ്താൽ മതി അല്ലെ. T ഇൻറ്റു R, ടൈം ടേക്കൺ ഇൻറ്റു റേറ്റ് പെർ അവർ, 8 ഇൻറ്റു 5 എത്ര വരും? ₹40. വേജസ് കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടേ? ബോണസ് അല്ലെ. ഹാൾസേ പ്രീമിയം പ്ലാൻ പ്രകാരം ബോണസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? R ഇൻറ്റു എസ് മൈനസ് ടി ബൈ 2 അല്ലെ. ഈ എസ് മൈനസ് ടി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്ന പറഞ്ഞ? ടൈം സേവ്ഡ്. അതായത് സ്റ്റാൻഡേർഡ് ടൈമിൽ നിന്ന് ടൈം ടേക്കൺ കുറയ്ക്കുമ്പോൾ നമുക്ക് ടൈം സേവ്ഡ് കിട്ടും എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പൊ 6 ഇൻറ്റു എസ് മൈനസ് ടി ബൈ 2. ഇനി നമ്മൾ ഇത് ഇങ്ങോട്ട് അപ്ലൈ ചെയ്യാം. 6 എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ₹5. 5 ഇൻറ്റു എസ് എത്രയാണ്? 10. 10 മൈനസ് ടി എത്രയാണ്? 8. 8 ബൈ 2 എത്ര വരും? 5 ഇൻറ്റു 10 മൈനസ് 8 ഡിവൈഡ് ബൈ 2. 10 മൈനസ് 8 എന്ന് പറഞ്ഞാൽ 2 അല്ലേ. അപ്പം 5 ഇൻറ്റു 2 ബൈ 2 ദാറ്റ് ഈസ് ₹5. നമുക്ക് ബോണസും കിട്ടി. ഹാൾസേ പ്രീമിയം പ്ലാൻ പ്രകാരം വേജസും ബോണസും നമ്മൾ കണ്ടുപിടിച്ചു. നമ്മൾ പറഞ്ഞു ഹാൾസേ പ്രീമിയം പ്ലാനിൽ ബോണസ് കാണാൻ വേറൊരു ഇക്വേഷനും കൂടി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലേ. അതേതായിരുന്നു? ടൈം സേവ്ഡ് ഇൻറ്റു റേറ്റ് ഇൻറ്റു 50/100 അല്ലെ. ഈ വിധത്തിൽ ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. ടൈം സേവ്ഡ് എത്രയാണ്? എസ് മൈനസ് ടി ചെയ്യുമ്പോൾ നമുക്ക് ടൈം സേവ് കിട്ടും എന്ന് പറഞ്ഞാൽ എത്രയാ? സ്റ്റാൻഡേർഡ് ടൈം മൈനസ് ടൈം ടേക്കൺ ആണ് ടൈം സേവ്ഡ്. 2 ആണ് അല്ലെ. 10 മൈനസ് 8. 2 ഇൻറ്റു R എത്രയാണ്? 5. 5 ഇൻറ്റു 50/100. 10 ഇൻറ്റു 50/100 എത്ര വരും? ₹5. കണ്ടോ? രണ്ടും ഒരേ ആൻസർ ആണ് നമുക്ക് കിട്ടിയത്. അപ്പൊ ഹാൾസേ പ്രീമിയം പ്ലാൻ പ്രകാരം ഏർണിംഗ്സ് കാണാനുള്ള ഇക്വേഷൻ ആണ് വേജസ് പ്ലസ് ബോണസ്. വേജസ് കാണാനുള്ള ഇക്വേഷൻ ടൈം ടേക്കൺ ഇൻറ്റു റേറ്റ് പെർ അവർ. ടൈം ടേക്കൺ 8ഉം റേറ്റ് പെർ അവർ 5ഉം ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 8 ഇൻറ്റു 5 ₹40 കിട്ടും. ബോണസ് കാണാനുള്ള ഇക്വേഷൻ R ഇൻറ്റു എസ് മൈനസ് ടി ബൈ 2. R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5ഉം എസ് എന്ന് പറഞ്ഞാൽ 10ഉം ടി എന്ന് പറഞ്ഞാൽ 8ഉം ആണ് അല്ലെ. 5 ഇൻറ്റു 10 മൈനസ് 8/2. 5 ഇൻറ്റു 2/2 5 കിട്ടും. വേറൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. അതേതാണ്? ടൈം സേവ്ഡ് ഇൻറ്റു റേറ്റ് ഇൻറ്റു 50/100. ടൈം സേവ്ഡ് എത്രയാണ്? 2. അതങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായില്ലേ? സ്റ്റാൻഡേർഡ് ടൈം മൈനസ് ടൈം ടേക്കൺ. 2 ഇൻറ്റു 5 ഇൻറ്റു 50/100 എത്ര വരും? 5. അങ്ങനെ ബോണസ് നമ്മൾ കണ്ടു. ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. രണ്ടും കൂടി ആയി കൺഫ്യൂഷൻ ആകണ്ട. ഏതാണോ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നത് അത് ചെയ്യാം. ഓക്കെ. ഇനി നമുക്ക് ഹാൾസേ പ്രീമിയം പ്ലാൻ പ്രകാരം എന്താണ് കാണുന്നത്? ഏർണിംഗ്സ് അല്ലെ. ഏർണിംഗ്സ് കാണാനുള്ള ഇക്വേഷൻ ബോണസ് പ്ലസ് വേജസ്. ഏർണിംഗ്സ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക. ബോണസ് പ്ലസ് വേജസ് അല്ലെങ്കിൽ വേജസ് പ്ലസ് ബോണസ് എത്രയാണ്? 5 പ്ലസ് 40 അല്ലെങ്കിൽ 40 പ്ലസ് 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 45 rupees. 45 ആണ് നമുക്ക് ഏർണിംഗ്സ് ആയിട്ട് ഹാൾസേ പ്രീമിയം പ്ലാൻ പ്രകാരം കിട്ടിയത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഹാൾസേ വെയർ പ്ലാൻ വെച്ച് എങ്ങനെയാണ് ഏർണിംഗ്സ് കാണേണ്ടത് നോക്കാം. ഹാൾസേ വെയർ പ്ലാൻ പ്രകാരം നമുക്ക് വേജസും ഏർണിംഗ്സും കാണാനുള്ള ഇക്വേഷൻ സെയിം തന്നെയാണ്. ഓക്കെ. വേജസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ടൈം ടേക്കൺ ഇൻറ്റു റേറ്റ് പെർ അവർ. ടൈം ടേക്കൺ എത്രയായിരുന്നു നമ്മൾ പറഞ്ഞത്? ടൈം ടേക്കൺ 8 ഇൻറ്റു റേറ്റ് പെർ അവർ 5 ₹40. ഇനി ബോണസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്?
ബോണസ് കാണാനുള്ള ഇക്വേഷനിൽ ആകെയുള്ള വ്യത്യാസം 50%ന്റെ അവിടെ 30% ആണ് എടുക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഇക്വേഷൻ എഴുതാം ടൈം സേവ്ഡ് ഇൻറ്റു റേറ്റ് ഇൻറ്റു 30/100. ടൈം സേവ്ഡ് എത്രയാണ്? 2 ഇൻറ്റു 6 5 ഇൻറ്റു 30/100 3. ഹാൾസ് എ വെയർ പ്ലാൻ പ്രകാരം ബോണസ് എത്രയാണ്? ₹3. ഇനി എന്നാ കാണേണ്ടത്? ഏർണിങ്സ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? വേജസ് പ്ലസ് ബോണസ്. വേജസ് പ്ലസ് ബോണസ് എത്രയാണ്? 40 + 3 ദാറ്റ് ഈസ് ഈക്വൽ ടു ₹43. ഹാൾസ് എ വെയർ പ്ലാനും കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ അടുത്ത മെത്തേഡ് റോവൻ പ്രീമിയം പ്ലാൻ. റോവൻ പ്രീമിയം പ്ലാൻ പ്രകാരം എന്താണ് നമുക്ക് കാണേണ്ടത്? ഏർണിങ്സ് കാണണം അല്ലെ. സെയിം ആണ്. ഏർണിങ്സ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വേജസ് പ്ലസ് ബോണസ്. ഇതിലെ വേജസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ടൈം ടേക്കൺ ഇൻറ്റു റേറ്റ് പെർ അവർ. ടൈം ടേക്കൺ എത്രയാണ്? 8. റേറ്റ് പെർ അവർ 5 തന്നെയാണ്. അപ്പൊ എത്രയാണ്? ₹40. ഇനി അടുത്തത് ബോണസ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ എഴുതാം. റോവൻ പ്രീമിയം പ്ലാൻ പ്രകാരം ബോണസ് കാണാനുള്ള ഇക്വേഷൻ S - T/S ഇൻറ്റു T ഇൻറ്റു R അല്ലെ. ഇത് പിടിച്ച കാര്യം എസും ടിയും ആറും അത് തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ബോണസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്നാ ചെയ്യണം? എസ് എന്ന് പറഞ്ഞാൽ 10 - 8 ഡിവൈഡഡ് ബൈ എസ് 10 ഇൻറ്റു ടി എത്രയാ? 8 ഇൻറ്റു ആർ എത്രയാണ്? 5 അല്ലേ. അപ്പൊ എത്ര വരുന്നത്? 2/10 ഇൻറ്റു 8 ഇൻറ്റു 5 എത്രയാണ് വരുന്നത്? 40. 2/10 ഇൻറ്റു 40 എത്രയാണ് വരുന്നത്? ₹8. അങ്ങനെ റോവൻ പ്രീമിയം പ്ലാൻ പ്രകാരം നമ്മൾ എന്ത് വേജസും ബോണസും കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ടോട്ടൽ ഏർണിങ്സ് കാണാം. ടോട്ടൽ ഏർണിങ്സ് കാണാം വേജസ് പ്ലസ് ബോണസ്. ഇവിടെ വേജസ് എത്രയാണ് വെച്ചിട്ടുണ്ട് അല്ല? 40 പ്ലസ് 8 എത്രയാണ്? ₹48 ആണ് ടോട്ടൽ ഏർണിങ്സ്. റോവൻ പ്രീമിയം പ്ലാൻ പ്രകാരമുള്ള ടോട്ടൽ ഏർണിങ്സ് എത്രയാണ്? ₹48. നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു. നമ്മളോട് കാൽക്കുലേറ്റ് ഏർണിങ്സ് ആൻഡ് എഫക്റ്റീവ് റേറ്റ് ഓഫ് ഏർണിങ്സ്. ഏർണിങ്സും എഫക്റ്റീവ് റേറ്റ് ഓഫ് ഏർണിങ്സും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ക്വസ്റ്റ്യനിൽ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഏർണിങ്സ് കാണാൻ പറഞ്ഞാൽ നമ്മൾ ഏർണിങ്സ് നമ്മൾ കണ്ടുപിടിച്ച ടോട്ടൽ ഏർണിങ്സ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. ഇപ്പൊ റോവൻ പ്രീമിയം പ്ലാൻ പ്രകാരം നമുക്ക് ടോട്ടൽ ഏർണിങ്സ് എത്രയാണ് കിട്ടിയത്? ടോട്ടൽ ഏർണിങ്സ് 48 അല്ലെ. 48 ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ എത്രയാണ്? ടൈം ടേക്കൺ 8. 48 ഡിവൈഡഡ് ബൈ 8 എത്ര വരും? ₹6. റോവൻ പ്രീമിയം പ്ലാൻ പ്രകാരം എഫക്റ്റീവ് റേറ്റ് ഓഫ് ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഏർണിങ്സ് ഡിവൈഡഡ് ബൈ ടി ആണ്. അതില് ടോട്ടൽ ഏർണിങ്സ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. എത്രയാണ്? 48 ഡിവൈഡ് ബൈ 8 എത്രയാണ്? ₹6. ഇനി എഫക്റ്റീവ് റേറ്റ് ഓഫ് ഏർണിങ്സ് ഹാൾസെ വെയർ പ്ലാൻ പ്രകാരം നമുക്ക് ചെയ്യാം. ഹാൾസെ വെയർ പ്ലാൻ പ്രകാരം എഫക്റ്റീവ് റേറ്റ് ഓഫ് ഏർണിങ്സ് ചെയ്യാനുള്ള ഇക്വേഷൻ സെയിം ആണ്. എന്ത്? ടോട്ടൽ ഏർണിങ്സ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. ഇവിടെ ടോട്ടൽ ഏർണിങ്സ് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്? 43 ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. ടൈം ടേക്കൺ എത്രയാണ്? 8 എത്ര വരും? ₹5.37. ഇതാണ് എഫക്റ്റീവ് റേറ്റ് ഓഫ് ഏർണിങ്സ്. ഹാൾസെ വെയർ പ്ലാൻ പ്രകാരമുള്ള എഫക്റ്റീവ് റേറ്റ് ഓഫ് ഏർണിങ്സ് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ ഏർണിങ്സ് ഡിവൈഡ് ബൈ ടൈം ടേക്കൺ. ഈ ഇക്വേഷൻ 3 ഇപ്പൊ ഹാൾസെ പ്രീമിയം പ്ലാനിലും ഹാൾസെ വെയർ പ്ലാനിലും റോവൻ പ്ലാനിലൊക്കെ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഏർണിങ്സ് കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ഏർണിങ്സ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എഫക്റ്റീവ് റേറ്റ് ഓഫ് ഏർണിങ്സ് കിട്ടും. ഇവിടെ ഹാൾസെ പ്രീമിയം പ്ലാൻ പ്രകാരം നമുക്ക് എഫക്റ്റീവ് റേറ്റ് ഓഫ് ഏർണിങ്സ് നമുക്ക് നോക്കാം. ടോട്ടൽ ഏർണിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 45 ആണ്. 45 ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ 8 ചെയ്യുമ്പോൾ നമുക്ക് ₹5.625 കിട്ടും.